പുളിയഞ്ചി ഉണ്ടാക്കാനുള്ള കേട്ടോ. ഇഞ്ചിയും പച്ചമുളകൊക്കെ മുറിക്കാം. നാളെ പെരുന്നാളല്ലേ, പെരുന്നാൾ പരിപാടിയാണ്. പുളിയഞ്ചി വരും, ഞങ്ങൾ വിളിക്കും, ചിലവർ ഇഞ്ചിക്കുള്ളി വരും. പുളിയഞ്ചിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വെക്കണം. പുളിയഞ്ചി ഉണ്ടാക്കാൻ പോകാനാണ്. അത് സാധനം ഇതിമ കളിപ്പിച്ചതല്ലേ, അതിൻ്റെ മുളക്കോ. ആ കടുകിട്ടു. കടുക് പൊട്ടിയിട്ട് വേപ്പിൻ്റെ ഇല മല കൊടുക്കുന്നത്, വേപ്പിൻ്റെ പറഞ്ഞല്ലോ മല ഇത് വെട്ടു. ഒരു ചെറിയ കായം, കളിക്കായം, പിന്നെ ലേശം ചെറിയ ജീരകം. ഇതാണ് നമ്മളെ പച്ചമുളകും ഇഞ്ചി ഇതൊക്കെ പാടെ ഇട്ടിട്ട് പിന്നെ ഇളക്കാം. ഒരു മതി അതുകൊണ്ട് നോക്കാം. മേൽക്കൊക്കെ എന്താണല്ലോ നടണോ. പിന്നെ നല്ല മൂത്തിട്ട് ഞാൻ കാണിച്ചു കേട്ടോ. ഇതട്ടോ പുളിങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് അതിലേക്ക് കൈ കൊണ്ട് ഇങ്ങനെ ശർക്കര വന്ന് വെച്ചാൽ കൈ കൊണ്ട് പിന്നിട്ട് ഇതിൽ ഒഴിക്കണം. ഇനി ഒഴിച്ചിട്ടും കാണിച്ചാൽ ഇഞ്ചി ഇതൊക്കെ അങ്ങനെ ആയി ഒന്നും കൂടി ആകാൻ കേട്ടോ. ഇതട്ടോ പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചു. ഇനി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇടണം കേട്ടോ. കേട്ടോ മുളക് പൊടി ഇതാ, മഞ്ഞപ്പൊടി, മുളക് പൊടി ലേശം കമ്മിയായി ഇങ്ങനെ ഇളക്കാം. എന്നിട്ട് നമ്മൾ കറിവേപ്പ് ഇനി ഒഴിക്കാൻ നമ്മൾ പുളിവെള്ളം ഏറ്റി വെച്ച് ഒഴിക്കുക. ഒരു നുള്ളു ഉപ്പിടണം കേട്ടോ. പിന്നെ ഇത് വറ്റുമ്പോൾ നമ്മൾ പിന്നെ ശർക്കര ലേശ ശർക്കര ഉപ്പ്. ഇത് വറ്റി ഇങ്ങനെ കുറുന്നനാവും. അപ്പോൾ ഇതിലേക്ക് ശർക്കര ഇടാം. ഇതട്ടോ പുളിയഞ്ചി തിളക്കലോ തിളക്കെല്ലാം കുറേയൊക്കെ വറ്റി. ഇനി ശർക്കര ഇടാം. ശർക്കര ഇട്ടിട്ട് വെക്കണം കേട്ടോ. ശർക്കര ഉരുക്കി ഒഴിക്കുകയും ചെയ്യും കേട്ടോ. ഞാൻ ഉരുക്കി ഒഴിക്കലാണെന്ന് ഞാൻ ചെയ്യുന്നത്. ചോദിച്ചാൽ കല്ലോ അങ്ങനെ എന്തെങ്കിലും കച്ചറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കളയാം. പുളിയഞ്ചി ആയിട്ടോ. പെരുന്നാൾ പുഡിങ് ഉണ്ടാക്കാനുള്ള മാങ്ങ കേട്ടോ. വീഡിയോ പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ട് പുഡിങ് ഉണ്ടാക്കിയത്. ഇത് പുളിയഞ്ചി ചൂടാറിയിട്ട് അരിയും കടുകും ഉരുവിയും കൂടി വറുത്ത് പൊടിച്ച് കേട്ടത്. അതിന് വറുത്ത് വെച്ചാൽ അതിന് പൊടിക്കണം. ഇതാട്ടോ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്നത് പുളിയഞ്ചി. ഇനി പൊടിയുന്നത് എന്നിട്ട് പുളി ആക്കിയിട്ട് ചൂടാറിയിട്ടാണ് കേട്ടോ. പുളിയഞ്ചി റെഡി ആയിട്ടോ.